നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് റെയിൽവേ പാത വരുന്നു. കപ്പൽ പാതകൾ ഏതാണ്ട് റിസ്ക് നിറഞ്ഞതായതോടെ റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ട്രെയിൻ ഓടിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇപ്പോൾ റഷ്യൻ ഉപപ്രധാനമന്ത്രി മററ്റ് ഗൂസ്ന്യൂലിനാണ്. എന്നാൽ ഇതുവരെയായിട്ട് ഇന്ത്യ ഇതിനോട് ഔദ്യോഗികമായ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. ഇന്ത്യൻ സമുദ്രത്തിലേക്ക് എളുപ്പത്തിൽ റഷ്യൻ കയറ്റുമതിക്കാർക്ക് എത്താനാകുന്ന പാത എന്ന ആശയമാണ് ഗൂസ്ന്യൂലിൻ ഉയർത്തുന്നത്. ഹോർമുസിനും ചെങ്കടലിനും പുറമെ കരിങ്കടലും സംഘർഷ നിഴലിലായത് കപ്പലുകളുടെ സഞ്ചാരത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഇത്തരത്തിലുള്ള യുദ്ധങ്ങളൊക്കെ പെട്ടെന്ന് പൊട്ടി പുറപ്പെട്ടു കഴിഞ്ഞാൽ ആഗോള വ്യാപാരത്തെ അത് വലിയ രീതിയിൽ ബാധിക്കുമെന്നുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഒരു ബദൽ മാർഗം അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ റഷ്യ ഇങ്ങനെ ഒരു ആശയം മുൻപോട്ട് വെച്ചിരിക്കുന്നത്. കരിങ്കടലിൽ യുക്രൈന്റെ ഡ്രോൺ ആക്രമണം റഷ്യൻ എണ്ണക്കപ്പലുകളുടെ യാത്രയ്ക്ക് തടസ്സമാണ്. ഇത് റഷ്യയുടെ എണ്ണ കയറ്റുമതി വരുമാനത്തെയും ബാധിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് പുതുവഴി എന്ന ആശയവുമായി ഗൂസ്ന്യൂലിൻ രംഗത്ത് വന്നത്. നിലവിൽ ഇറാനിലേക്ക് റഷ്യക്ക് റെയിൽപാതയുണ്ട്. ഇറാനിൽ ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള ചബഹാർ തുറമുഖത്തെയും ബന്ധിപ്പിക്കുന്ന രാജ്യാന്തര നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് ഇടനാഴിയാണിത്. എന്നാൽ യുഎസിന്റെ ഉപരോധവും പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളും ഇറാന്റെ തുറമുഖങ്ങളുടെ പ്രവർത്തനത്തെയും താറുമാറാക്കി. ഇറാനും ഇപ്പോൾ സ്വന്തം കയറ്റുമതി ഇറക്കുമതി ആവശ്യങ്ങൾക്ക് പാകിസ്ഥാനി തുറമുഖങ്ങളെ ആശ്രയിക്കാനുള്ള നീക്കത്തിലാണ്. റഷ്യയിൽ നിന്ന് പക്ഷേ ഇത്തരത്തിലൊരു റെയിൽവേ പാത വരികയാണെങ്കിൽ 4 രാജ്യങ്ങൾ കടന്ന് ഇന്ത്യയിലേക്ക് എത്താവുന്ന റെയിൽ പദ്ധതിയാണ് ഇതെന്നാണ് ഗൂസ്ന്യൂലിൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഇവിടെ ഏതൊക്കെ രാജ്യങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് പ്രധാനം. റിസ്ക് കുറവാണ് എന്നത് മാത്രമല്ല, സാമ്പത്തിക ചെലവും ഇതുവഴി ലഘൂകരിക്കാമെന്നാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഗൂസ്ന്യൂലിൻ പറഞ്ഞിരിക്കുന്നത്. റഷ്യയിൽ നിന്ന് തുർക്ക്മെനിസ്ഥാൻ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ ഇതുവഴിയാണ് ഇന്ത്യയിലേക്ക് എത്തുക എന്ന പദ്ധതിയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ലോകത്തിലെ ഏറ്റവും അപകടകരമായ 2 രാജ്യങ്ങളായ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഈ റെയിൽ പാതയിൽ ഉൾപ്പെടുന്നുണ്ട്. 2 രാജ്യങ്ങളിലും തീവ്രവാദ ആക്രമണങ്ങൾ പതിവായി നടക്കുന്ന ഒരു സ്ഥലമാണ്. അവരുടെ സൈന്യങ്ങൾക്ക് രാജ്യത്തിന്റെ മേൽ പൂർണ്ണ നിയന്ത്രണമില്ല എന്നതാണ് ഇതിന് വെല്ലുവിളിയാകുന്നത്. റഷ്യയിൽ നിന്ന് നിലവിൽ തന്നെ ഇറാനിലേക്ക് റെയിൽ പാതയുണ്ട്. ഇത് ഇന്ത്യയിലേക്ക് നീട്ടുന്നതായിരിക്കും റഷ്യ ആലോചിക്കുക. പക്ഷേ ആശയം യാഥാർത്ഥ്യമായാൽ പാത കടന്നു പോകുന്ന എല്ലാ രാജ്യങ്ങൾക്കും അത് നേട്ടമാകും. ഈ 2 രാജ്യങ്ങളും പ്രത്യേകിച്ച് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും, നമുക്കറിയാം പാകിസ്ഥാൻ ഇന്ത്യക്ക് എത്രത്തോളം ഭീഷണിയാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നയതന്ത്ര ബന്ധം ഇപ്പോഴില്ലാത്തതിനാൽ പാത പ്രായോഗികമാകുക എളുപ്പമല്ല. അഫ്ഗാനും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധവും വളരെയേറെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗൂസ്ന്യൂലിന്റെ ഈ ഒരു ആശയത്തോട് ഇന്ത്യ ഉൾപ്പെടെ പ്രതികരിച്ചിട്ടില്ല. യുഎസും ഇറാനും തമ്മിലുള്ള സംഘർഷത്തെ തുടർന്ന് ഹോർമുസ് കടലിടുക്ക് ഉപരോധിച്ച സാഹചര്യത്തിലാണ് റഷ്യയുടെ ഈ ഒരു നിർദ്ദേശം. മാർച്ച് ആദ്യം മുതൽ ഇറാൻ ഹോർമുസ് കടലിടുക്ക് വ്യാപാരത്തിനായി അടച്ചിട്ടിരിക്കുകയാണ്. അതിനുശേഷം വളരെ കുറച്ച് കപ്പലുകൾ മാത്രമേ കടലിടുക്കിലൂടെ കടന്നു പോകുന്നുള്ളൂ. ഇത് ലോകത്തെ മുഴുവൻ ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടു. ദക്ഷിണേഷ്യയും കിഴക്കൻ ഏഷ്യയും ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചു. പക്ഷേ ഇപ്പോൾ പറയുന്ന ഈ ഒരു ബദൽ മാർഗമുള്ള ഈ റെയിൽവേ പാത അത് ഇന്ത്യയെ സംബന്ധിച്ചും പ്രായോഗികമാക്കുക എളുപ്പമല്ല. അല്ലെങ്കിൽ അതിനുള്ളൊരു സാധ്യത അവിടെ വളരെ കുറവാണ്. ഏകദേശം ഈ ഒരു പാകിസ്ഥാനിലൂടെ അഫ്ഗാനിസ്ഥാനിലൂടെയൊക്കെ തന്നെ കടന്നു വരിക എന്ന് പറയുന്നത് വളരെ അപകടം നിറഞ്ഞതാണ്. അതുകൊണ്ട് ഇന്ത്യ അത്തരത്തിലൊരു പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള യാതൊരു സാധ്യതയുമില്ല. മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് റഷ്യയിലേക്ക് ഏകദേശം 4800 മുതൽ 5000 കിലോമീറ്ററുകൾ വരെയാണ് ഉള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ രാജ്യങ്ങളിലൂടെ കൂടി കടന്നു വരുമ്പോൾ അത് ഏറ്റവും കൂടാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഏതായാലും ഇന്ത്യ ഇതിനോട് ഔദ്യോഗികമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല.